ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മൾ തെനഹാക്കാലം 5-ാമത്തെ ആഴ്ചയിലാണ്. തെനഹായുടെ ചൈതന്യ ഈശോ ദൈവമാണെന്ന് വെളിപ്പെടുത്തുന്ന ആ സംഭവങ്ങളാണ്. ഈശോ പല രീതിയിൽ താൻ ദൈവമാണെന്നും വാഗ്ദാനം ചെയ്യപ്പെട്ട രക്ഷകനാണെന്നും വെളിപ്പെടുത്തുന്നുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ പറഞ്ഞത് ശമറിയാക്കാരി സ്ത്രീയോട് പറയുന്നു, നിന്നോട് സംസാരിക്കുന്ന അവൻ തന്നെയാണ് രക്ഷകൻ, അമിശിക. അപ്പോൾ നേരിട്ട് വെളിപ്പെടുത്തുകയാണ്. പിന്നെ ഇന്ന് നമ്മൾ കാണുന്നത് ലേവ്യരുടെ പുസ്തകത്തിൽ നിന്നാണ്. ലേവ്യരുടെ പുസ്തകം 4-ാം അധ്യായം 13 മുതൽ 21 വരെയുള്ള വാക്യങ്ങളാണ് ഒന്നാമത്തെ വായന. അവിടെ പറയുന്നത് ഈ പാപപരിഹാര ബലികളെക്കുറിച്ചാണ്. ഞാനത് വായിക്കുന്നില്ല. അവിടെ എല്ലാം പറയുന്നത് എന്താണ്? കിടാവിനെയൊക്കെ കൊന്ന് അതിൻ്റെ രക്തം ബലിപീഠത്തിന്മേലൊക്കെ തളിച്ച് അതിനെ ശുദ്ധീകരിക്കുകയും അതുപോലെ ജനത്തിനു വേണ്ടി പുരോഹിതൻ പാപപരിഹാരം ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെയാണ്. പാപപരിഹാര ബലിക്കുള്ള കാളക്കുട്ടി എന്ന പോലെ ഈ കാളക്കുട്ടിയെ ദഹിപ്പിക്കണം. അങ്ങനെ അവർക്ക് വേണ്ടി പുരോഹിതൻ പാപപരിഹാരം ചെയ്യണം. അപ്പോൾ അവരുടെ കുറ്റം ക്ഷമിക്കപ്പെടും. അനന്തരം കാളയെ കൂടാരത്തിന് വെളിയിൽ കൊണ്ടുപോയി ആദ്യത്തെ കാളയെ ദഹിപ്പിച്ചതുപോലെ ദഹിപ്പിക്കണം. ഇത് സമൂഹത്തിന് വേണ്ടിയുള്ള പാപപരിഹാര ബലിയാണ്. ഈ പഴയ നിയമത്തിൽ പരിഹാര ബലികളും സമാധാന ബലികളും ഒക്കെ ഉണ്ടായിരുന്നു. ധാന്യബലികൾ, പാനീയ ബലികൾ, ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? ജനത്തിൻ്റെ പാപത്തിന് പരിഹാരം ചെയ്യുന്നതിൻ്റെ സൂചനയാണ്. എന്തുകൊണ്ടാണ് ഈ മൃഗങ്ങളെയൊക്കെ കൊന്നിരുന്നതല്ല, അതിൻ്റെ രക്തം തളിച്ചിരുന്നത്? കാരണം അത് രക്തം ദൈവത്തിൻ്റെ ദാനമല്ല, ദൈവത്തിൻ്റെ പക്കൽ നിന്ന് വരുന്നതാണ്. അതിനകത്താണ് ജീവൻ ഇരിക്കുന്നത്. ജീവൻ ദൈവത്തിൻ്റെതാണ്. രക്തം തളിക്കുമ്പോൾ അതിനർത്ഥം ആ രക്തം ആരുടെ മേൽ വീഴുന്നുവോ, എന്തിൻ്റെ മേൽ വീഴുന്നുവോ അത് ദൈവികമായി മാറുന്നുവെന്നാണ് സങ്കല്പം. അങ്ങനെ പഴയ നിയമത്തിൽ ഈ പാപപരിഹാര ബലി എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ശരീരവുമായിട്ട് ഒന്നാക്കി മാറ്റുന്ന പ്രക്രിയയായിരുന്നു അത്. അപ്പോൾ അങ്ങനെ അവരുടെ പാപങ്ങളൊക്കെ ക്ഷമിക്കപ്പെടും. പിന്നെ ഈ കാളയെ എല്ലാം കൊണ്ടുപോയി അത് പാളയത്തിന് പുറത്ത് കൊണ്ടുപോയി ദഹിപ്പിച്ച് കളയുകയും ചെയ്യണം. ഇത് വലിയൊരു പ്രക്രിയയായിരുന്നു. പക്ഷെ നമുക്കതെല്ലാം അന്നത്തെ ജനതയുടെ സാംസ്കാരിക പശ്ചാത്തലത്തിൽ ദൈവം കൊടുത്ത ചില നിയമങ്ങളൊക്കെയാണ്. ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ ദൈവവുമായിട്ട് നിങ്ങളുടെ ബന്ധം നിലനിർത്തേണ്ടതെന്ന് പറയാം. പക്ഷേ ക്രിസ്തു ഈശോ വന്ന് വെളിപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അങ്ങനെയല്ല. അതെല്ലാം മാറിക്കഴിഞ്ഞു. അതെല്ലാം താൽക്കാലികമായിരുന്നു. ആ പഴയ നിയമത്തിലെ അറേഞ്ച്മെൻറ്റ്സ് പുതിയ നിയമത്തിലെല്ലാം വ്യത്യസ്തമാവുകയാണ്. അതുകൊണ്ടാണ് കൊളോസ്യർ ലേഖനം 1-ാം അധ്യായം 12 മുതൽ 19 വരെയുള്ള വാക്യങ്ങളാണ് 2-ാമത്തെ വായന. അവിടെ പൗലോസ് പറയുന്നത് എന്താണ്? പ്രകാശത്തിൽ വിശുദ്ധരോടൊപ്പം പങ്കുചേരാനുള്ള അവകാശത്തിന് നമ്മെ യോഗ്യരാക്കിയ പിതാവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. അന്ധകാരത്തിൻ്റെ ആധിപത്യത്തിൽ നിന്ന് അവിടെ നമ്മെ വിമോചിപ്പിച്ചു അവിടുത്തെ പ്രിയപുത്രൻ്റെ രാജ്യത്തിലേക്ക് നമ്മെ ആനയിക്കുകയും ചെയ്തു. അവനിലാണല്ലോ നമുക്ക് രക്ഷയും പാപമോചനം ലഭിച്ചിരിക്കുന്നത്. അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിരൂപവും എല്ലാ സൃഷ്ടികൾക്കുമുള്ള ആദ്യജാതനുമാണ്. കാരണം അവനിൽ സ്വർഗത്തിലും ഭൂമിയിലുള്ള ദൃശ്യവും അദൃശ്യവുമായ എല്ലാ വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടു. സിംഹാസനങ്ങളോ ആധിപത്യങ്ങളോ ശക്തികളോ അധികാരങ്ങളോ എന്തുമാകട്ടെ, എല്ലാം അവനിലൂടെയും അവന് വേണ്ടിയുമാണ് സൃഷ്ടിക്കപ്പെട്ടത്. അവനാണ് ഏറ്റവും എല്ലാറ്റിനും മുമ്പുള്ളവൻ. അവനിൽ സമസ്തവും സ്ഥിതി ചെയ്യുന്നു. അവൻ സഭയാകുന്ന ശരീരത്തിൻ്റെ ശിരസ്സാണ്. അവൻ എല്ലാറ്റിൻ്റെയും ആരംഭവും മരിച്ചവരെന്നുള്ള ആദ്യജാതനുമാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളും അവൻ പ്രഥമസ്ഥാനീയനായി. എന്തെന്നാൽ അവനിൽ സർവ്വസമ്പൂർണതയും നിവസിക്കണമെന്ന് ദൈവം തിരുമനസ്സായി. പൗലോസ്ലീഹ ഈശോയെ വെളിപ്പെടുത്തുകയാണ് ആരാണ് എന്നുള്ളത്. അത് വെറും ഒരു മനുഷ്യനല്ല. ആളുകൾ ചിന്തിക്കുന്നത് പോലെ നസറത്തിൽ യോസേപ്പ് എന്ന് പറയുന്ന തൻ്റെ സ്വന്തം പിതാവിൻ്റെ കൂടെ ജോലിയെടുത്ത് നടക്കുന്ന ഒരു മരപ്പണിക്കാരൻ ചെറുക്കനല്ല. പ്രത്യുതാവൻ വാഗ്ദാനം ചെയ്യപ്പെട്ട രക്ഷകനാണ്. അവനിലാണല്ലോ നമുക്ക് രക്ഷയും പാപമോചനം ലഭിച്ചിരിക്കുന്നത്. അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിരൂപവും എല്ലാ സൃഷ്ടികൾക്കുമുള്ള ആദ്യജാതനുമാണ്. ദൈവത്തിൻ്റെ പ്രതിരൂപമാണ് ഈശോ. എന്തിനാണ് ഈശോ വന്നത്? കാരണം ദൈവത്തിന് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരണമെങ്കിൽ മനുഷ്യരൂപം എടുക്കണമായിരുന്നു. അല്ലാതെ എങ്ങനെയാണ്? നമുക്ക് ദൈവത്തെ നേരിട്ട് കാണാൻ പറ്റാത്തത് കൊണ്ട് ദൈവത്തെ നേരിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഈശോ വന്നത്. ആ ഈശോയുടെ ചെയ്തികൾ, സംസാരങ്ങൾ, പ്രതികരണങ്ങളെല്ലാം ദൈവത്തിൻ്റേതായിരുന്നു. അതുകൊണ്ട് ഈശോ പറയും, ഞാൻ എന്നെ കാണുന്ന പിതാവിനെ കാണുന്നു, എൻ്റെ പ്രവൃത്തികൾ പിതാവിൻ്റെ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ദൈവം ആരാണ് എന്ന്, ഈ ഈശോ ആരാണ് എന്ന് പൗലോസ് പറയുന്നു. അതോടൊപ്പം ആ ഈശോയിലൂടെ ദൈവം ആരാണെന്ന് നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. തെനഹാക്കാലത്തിൻ്റെ അർത്ഥം അതാണ്. ദൈവം സ്വയം വെളിപ്പെടുത്തുകയാണ് ഈശോയിലൂടെ. ആ ഈശോയുടെ പ്രവൃത്തികളാണ് നമ്മൾ യഥാർത്ഥത്തിൽ പിൻചെല്ലേണ്ടത്. കാരണം ഈ ഈശോ നമുക്ക് തന്നിരിക്കുന്ന ദൗത്യം എന്താണ്? ഈ ലോകത്തെ രക്ഷിക്കാനുള്ള രക്ഷാകര ദൗത്യമാണ്.
ഈ ദൗത്യം നമ്മൾ അവിടുത്തോടു കൂടി ചേർന്നുകൊണ്ട് നിർവഹിക്കണം. അവിടുത്തെ ശരീരത്തിൻ്റെ ഭാഗമായി നമ്മൾ മാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ അവനോട് ചേർന്ന് ചെയ്യുകയാണ്. അവനാണ് എല്ലാറ്റിനും മുമ്പുള്ളവൻ, അവനിൽ സമസ്തവും സ്ഥിതി ചെയ്യുന്നു. അവൻ സഭയാകുന്ന ശരീരത്തിൻ്റെ ശിരസ്സാണ്. നമ്മൾ ഈ സഭയുടെ അവയവങ്ങളാണ്. അവിടുത്തെ ഭൗതിക ശരീരമാണ് സഭ, അതിൻ്റെ അവയവങ്ങളാണ്. അവനാകുന്നു ശിരസ്സ്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത് നമ്മളൊരൊറ്റ യൂണിറ്റാണ്. ഈ അവയവങ്ങളും ശിരസ്സും എല്ലാം ഒറ്റ യൂണിറ്റാണ്, അല്ലാതിരിക്കാൻ പറ്റില്ലല്ലോ. ശിരസ്സ് തരുന്ന നിർദ്ദേശങ്ങൾ അവയവങ്ങൾ നിർവഹിക്കണം. എങ്കിലേ ആ ശിരസ്സിൻ്റെ അല്ലെങ്കിൽ ആ ശരീരത്തിൻ്റെ ലക്ഷ്യം നിർവഹിക്കപ്പെടുകയുള്ളൂ, ശരീരത്തിൻ്റെ ഉദ്ദേശം നടക്കുകയുള്ളൂ. ആ ഒരു ശരീരത്തിൻ്റെ ഉദ്ദേശം എന്താണ്? ഈ ലോകത്തുള്ള സകലരെയും ദൈവത്തിൻ്റെ മാർഗം പഠിപ്പിക്കുക, സ്വർഗീയമായ ആനന്ദത്തിലേക്ക് പ്രവേശിപ്പിക്കുക എന്നുള്ളതാണ്. ഈ ലോകത്തെ ദൈവരാജ്യമാക്കി മാറ്റുക. അപ്പോൾ ആ ദൗത്യമാണ് നമുക്ക് ദൈവം തന്നിരിക്കുന്നത്. അവൻ സഭയാകുന്ന ശരീരത്തിൻ്റെ ശിരസ്സാണ്. ഈ ശിരസ്സിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് പുരോഹിതൻ ബലിയർപ്പിക്കുന്നു. ജനം മുഴുവൻ ആ പുരോഹിതൻ്റെ പിന്നാലെ ദൈവത്തിന് ബലിയർപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഈ വിശുദ്ധ കുർബാനയെക്കുറിച്ചൊക്കെ ഒരുപാട് ചർച്ചകളൊക്കെ ചെയ്യാറുണ്ടല്ലോ, അതെങ്ങോട്ട് തിരിയണം എന്നുള്ളതൊക്കെ. അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ഈ കർത്താവായ ശിരസ്സ്, അല്ലെ ദൈവമായ ഈശോയാകുന്ന ശിരസ്സ് ഇന്ന് പ്രതിനിധാനം ചെയ്യുന്നത് ഈ പുരോഹിതനാണ്. അവനോടൊപ്പം നിന്ന് പിതാവായ ദൈവത്തിന് ബലിയർപ്പിക്കുകയാണ്. പത്രോസിലെ അതിൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്നതാണ്, യേശു ക്രിസ്തു വഴി ദൈവത്തിന് സ്വീകാര്യമായ ബലികളർപ്പിക്കുന്ന നിങ്ങളൊരു വിശുദ്ധ പുരോഹിത ജനവും ആയിത്തീരട്ടെ എന്നാണ്. അങ്ങനെ അവനിൽ സഭയാകുന്ന ശരീരത്തിൻ്റെ ശിരസ്സാണ് എന്ന് പറയുന്നു. എന്തെന്നാൽ അവനിൽ സർവ്വസമ്പൂർണതയും നിവസിക്കണമെന്ന് ദൈവം തിരുമനസ്സായി. ചുരുക്കത്തിൽ ഈശോ ആരാണ്? ഈശോ ദൈവം തന്നെയാണ്. ഈ ധനകായിൽ നമുക്ക് ഏറ്റുപറയാം, ഈശോ ദൈവം തന്നെയാണെന്നുള്ള വിവരം. സുവിശേഷം, മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെ ഈശോ കഫർനാമിൽ തിരിച്ചെത്തിയപ്പോൾ അവനിരുന്ന വീട്ടിൻ്റെ മേൽക്കൂര പൊളിച്ച് ഒരു തളർവാദ രോഗിയെ സുഖപ്പെടുത്താനായിട്ട് അവൻ്റെ മുമ്പിലേക്ക് കയറ് കെട്ടി ഇറക്കുന്ന ആ രംഗമാണ് ഇവിടെ വായിക്കുന്നത്. അപ്പോൾ ഈശോ എന്താണ് പറഞ്ഞത്? നിയമജ്ഞരിൽ ചിലർ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അവർ ചിന്തിച്ചു. അതിനു മുമ്പായിട്ട് അവരുടെ വിശ്വാസം കണ്ട് ഈശോ തളർവാദ രോഗിയോട് പറഞ്ഞു, മകനെ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. നിയമജ്ഞരിൽ ചിലർ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അവർ ചിന്തിച്ചു, എന്തുകൊണ്ടാണ് ഇവൻ ഇപ്രകാരം സംസാരിക്കുന്നത്? ഇവൻ ദൈവദൂഷണം പറയുന്നു. ദൈവത്തിനല്ലാതെ മറ്റാർക്കാണ് പാപം ക്ഷമിക്കാൻ സാധിക്കുക? അവർ ഇപ്രകാരം പറയുകയാണ് പിന്നീട്. അതായത് ദൈവത്തിനല്ലാതെ ആർക്കാ പാപം ക്ഷമിക്കാൻ പറ്റുക എന്നാണ് യഹൂദർ ചോദിക്കുന്നത്. അത് ശരിയാണ്. ഇവിടെ ഈശോ പറയുന്നത് എന്താണ്? ഞാൻ തന്നെയാണ് ദൈവം, അതുകൊണ്ടാണ് ഞാനിത് ക്ഷമിക്കുന്നത്. ചുരുക്കത്തിൽ ഈശോ വളരെ പ്രകടമായിട്ട് യഹൂദരോട് പറയുകയാണ് ഈ പ്രവൃത്തിയിലൂടെ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ദൈവം തന്നെയാണ് ഞാൻ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന വാഗ്ദാനം ചെയ്യപ്പെട്ട രക്ഷകനാണ് ഞാൻ, അതിന് യാതൊരു സംശയവുമില്ല. ഈശോ ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നത്? ഏതാണ് എളുപ്പം? തളർവാദ രോഗിയോട് നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു പറയുന്നതോ, എഴുന്നേറ്റ് നിന്റെ കിടക്കയുമിട്ട് നടക്കുക എന്ന് പറയുന്നതോ? എന്നാൽ ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ തളർവാദ രോഗിയോട് പറഞ്ഞു, ഞാൻ നിന്നോട് പറയുന്ന എഴുന്നേറ്റ് നിന്റെ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോവുക. തൽക്ഷണം അവൻ എഴുന്നേറ്റ് കിടക്കയും എടുത്ത് എല്ലാവരും കാണുക പുറത്തേക്ക് പോയി. എല്ലാവരും വിസ്മയിച്ചു. ഇതുപോലൊന്നും ഞങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. എന്നിട്ടും ഇവർക്ക് ഇവൻ ദൈവമാണെന്ന് പറയാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അവർക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല ഇവൻ ദൈവമാണെന്ന്. യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് അവർക്ക് ചിന്തിക്കാൻ പറ്റാതെ പോയത്? കാരണം അവർ വരാനിരിക്കുന്ന രക്ഷകനെക്കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകൾ വെച്ച് പുലർത്തിയിരുന്നു. അവരുടെ ചിന്തയിൽ അവൻ ഒരു രാജകൊട്ടാരത്തിൽ ഇരിക്കേണ്ട രാജകുമാരനാണ്. ഏത് രാജകൊട്ടാരത്തിലാണ്? ദാവീദിൻ്റെ രാജകൊട്ടാരത്തിൽ. അവിടെയൊന്നും ഈശോ ജനിച്ചില്ലല്ലോ. ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ്റെ മകനായിട്ടാണ് ഈശോ അറിയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ദൈവം വെളിപ്പെടുത്തി തരുന്ന അവസരങ്ങളുണ്ട്. പക്ഷേ ആ അവസരങ്ങളിലൂടെ നമുക്ക് ദൈവത്തെ കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് കാരണം എന്നാണ് നമുക്കത് കാണാൻ പറ്റാത്ത വിധം നമുക്ക് ഒരുപാട് മുൻവിധികളുണ്ട് ദൈവത്തെക്കുറിച്ച്. ദൈവം ഇങ്ങനെയൊക്കെ ആയിരിക്കണം എന്നൊക്കെ നമ്മൾ അങ്ങോട്ട് നേരെ തീരുമാനിക്കുകയാണ്. അങ്ങനെയൊന്നും അല്ലെങ്കിൽ ദൈവം ദൈവമല്ല. നിങ്ങൾ കണ്ടിട്ടില്ലേ, രൂപത്തിലൊക്കെ നമ്മൾ ഒരുപാട് വസ്ത്രങ്ങളൊക്കെ അണിയിക്കുന്നു, കിരീടം വെക്കുന്നു, മാലയിടിക്കുന്നു. എന്തുകൊണ്ടാണ്? ദൈവം ഇങ്ങനെയൊക്കെ ആയിരിക്കണം നമ്മളങ്ങ് സങ്കല്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണിതെല്ലാം. അപ്പോൾ ദൈവത്തിന് അങ്ങനെയൊക്കെ ആഗ്രഹം ഉണ്ടാകുമെന്ന് ചിന്തിച്ചിട്ട് അണിയിക്കുകയാണ്. ചോദിച്ചാൽ പറയും നമ്മൾ ദൈവത്തെ ബഹുമാനിക്കുകയാണ്. വാസ്തവത്തിൽ ഈ നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങളെ ദൈവത്തിങ്കിലേക്ക് നമ്മൾ ആരോപിക്കുകയാണ് ചെയ്യുന്നത്. ഈ ധനകാലത്ത് നമ്മൾ ഓർക്കണം, ദൈവത്തെ യഥാർത്ഥ കണ്ടുമുട്ടുമ്പോൾ അത് നമ്മുടെ മുൻവിധികൾക്കൊക്കെ അതീതമാണെന്ന് മനസ്സിലാക്കുക. മുൻവിധികളോട് കൂടി പോയി കഴിഞ്ഞാൽ യഥാർത്ഥ ദൈവത്തെ കണ്ടെത്താനും പറ്റില്ല. ഈ ധനകാലത്ത് നമുക്ക് മുൻവിധികളില്ലാതെ
ദൈവത്തെ കണ്ടെത്താനുള്ള ഒരു സമയമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.